പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. വി ടോക്സ് പട്ടാമ്പി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിടാക്സ് പട്ടാമ്പി മീഡിയ ഹീറോ ഓഫ് ദി ഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ എത്തിച്ചേരുന്നത് തൃശ്ശൂരിൻ്റെ അനുഗ്രഹീത കലാകാരി ജിഷ തൃശ്ശൂർ. ജിഷേച്ചി നമസ്കാരം. നമസ്കാരം. എവിടെയാണ് ചേച്ചിയുടെ വീട് വരുന്നത്? എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുവല്ലൂർ എന്ന സ്ഥലത്താണ്. പെരുവല്ലൂർ എന്ന സ്ഥലത്താണല്ലേ? ഗുരുവായൂരിൻ്റെ അടുത്തല്ലേ അത്? ഗുരുവായൂരിൻ്റെ ഏകദേശം അടുത്താണ്. അതല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചിയുടെ? വീട്ടിൽ ഞാൻ, എൻ്റെ 3 മക്കള്, പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ആങ്ങളെ വൈഫ്, മക്കള്. എത്ര വർഷമായി ചേച്ചി ഈ കലാഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്? ഞാനൊരു 10-13 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ആദ്യമായിട്ട് ചേച്ചി പങ്കെടുത്ത വേദി ഏത് സ്ഥലത്താണ്? ആദ്യമായിട്ട് വെച്ചാൽ ഞാൻ പങ്കെടുത്തത് ഗുരുവായൂർ ആ ഭാഗത്ത് തന്നെയാണ്. ഗുരുവായൂർ ഭാഗത്ത് തന്നെയാണല്ലേ? ഓക്കെ. ഏതൊക്കെ മേഖലകളിലാണ് ചേച്ചി ഇപ്പോൾ പരിപാടി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഓക്കെ. പിന്നെ നാടൻപാട്ടിൻ്റെ ഫീൽഡിലുണ്ട്, പിന്നെ വീരനാട്യം ഉണ്ട്. അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള കൈക്കുട്ടികളുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ആദ്യം ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെൻ്റെ കാവ് പന്തല് കെട്ടണടാ, അമ്മ ഭഗവതി ഇന്നെൻ്റെ കാവ് പന്തലിൽ വാഴണടാ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെൻ്റെ കാവിൽ പന്തല് കെട്ടണടാ, അമ്മ ഭഗവതി ഇന്നെൻ്റെ കാവിൽ പന്തലിൽ വാഴണടാ. പള്ളത്ത് നിക്കണ കല്ലൻ മൂള വെട്ടി 4 കാലോലപ്പന്തൽ, കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെൻ്റെ കാവിൽ കുരുത്തോലപ്പന്തലിട്ടേ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെൻ്റെ കാവിൽ പന്തല് കെട്ടണടാ, അമ്മ ഭഗവതി ഇന്നെൻ്റെ കാവിൽ പന്തലിൽ വാഴണടാ. ജിഷേച്ചി പാടിയത് അസലായിരുന്നു കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ട് പാടിയത്. ഈ പാട്ട് ഇപ്പം അടുത്തിറങ്ങിയ ഒരു പാട്ടല്ലേ ഇത്? കൊടുങ്ങല്ലൂരമ്മയ്ക്കും തുടങ്ങുന്ന പാട്ട്. ഒക്കെ വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. ചേച്ചി ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വരുന്നത്? വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. മക്കളായാലും അതെ, ഇങ്ങനെ പാട്ടിന്റെ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങിയ, പിന്നെ എവിടെ സ്റ്റേജ് പരിപാടി ഉണ്ടായാലും ഞാൻ പങ്കെടുക്കാറുണ്ട്. മത്സര കോമ്പറ്റീഷൻ ആയാലും ഒക്കെ പങ്കെടുത്ത് അങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കലാകാരി എന്നുള്ള നിലയിൽ നാട്ടുകാർ എങ്ങനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഓരോ സ്റ്റേജ് പരിപാടിയൊക്കെ വരുമ്പോൾ, അതായത് അവിടുത്തെ വാർഷികങ്ങള്, കുടുംബശ്രീയുടെ ആയാലും മറ്റു പ്രോഗ്രാമിനായാലും സ്കൂളിലെ പരിപാടിക്കായാലും അവർ വിളിക്കാറുണ്ട്, പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ല സപ്പോർട്ടാണ് നാട്ടുകാരായാലും ഒക്കെ എല്ലാം. അതല്ലേ. ഏകദേശം ഇപ്പോൾ എത്ര ഡബ്ബിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും? ഇപ്പോൾ 4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഡബ്ബിങ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ അനൗൺസ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നത്, പരസ്യങ്ങൾ അങ്ങനെ. ഓക്കെ. ഇത് കൂടാതെ ഈ കലാഫീൽഡ് അല്ലാണ്ട് എന്താണ് ശരിക്കും ചേച്ചിയുടെ ജോലി വരുന്നത്? ജോലി ഞാൻ സെയിൽസിലാണ്. സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ? തൃശ്ശൂർ തന്നെയാണോ? അല്ല, പാവറട്ടി ഭാഗത്തായിരുന്നു. പാവറട്ടി ഭാഗത്താണല്ലേ? ഓക്കെ. നമുക്ക് ഒരു പാട്ട് കൂടി നിങ്ങളുടെ കേൾക്കാം അല്ലേ? ലാലേ 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 ലാലേ. ഞണ്ടു പൊടിക്കണം, മീനൂനെ പൊടിക്കണം, ഞണ്ടുകാരി വത്തായി നാങ്ക. ഞണ്ട് പൊടിക്കണം, മീനൂനെ പൊടിക്കണം, ഞണ്ടുകാരി വത്തായി നാങ്ക. ലാലേ 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 ലാലേ. വലിയ തോട്ടിലെ വഞ്ചിയുള്ള മാമ, ചെറിയ തോട്ടിലെ വഞ്ചിയുള്ള മാമ. ലാലേ 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 ലാലേ. ഓതയ്യ 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 തേയ് തേയ് തേയ്, ഓതയ്യ 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 തേയ് തേയ് തേയ്. ലാലാ ലാലേ ലാലാ ലാലാ ലാലേ ലാലാ ലാലേ ലാലാ ലാലാ ലാലേ ലാലാ ലാലേ ലാലാ ലാലാ ലാലേ ലാലാ ലാലേ ലാലേ ലാലാ ലാലേ. ചേച്ചി പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. വളരെ നന്നായിട്ടുണ്ട് പാടിയത്. വീരനാട്യം കൈക്കുട്ടിക്കളി പറഞ്ഞ ആ ഒരു കലയിലേക്ക് എത്ര വർഷമായി നിങ്ങൾ എത്തിച്ചേർന്നിട്ട്? അതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. 3-ാമത്തെ വർഷത്തിലേക്ക്
കിടക്കാണ് ഞങ്ങൾ. അതല്ലേ. എത്ര പേരടങ്ങുന്ന സമിതിയാണ് നിങ്ങളുടെ? 14 പേരുണ്ട്. ഇനി കൂടുതൽ പേര് വരുന്നുണ്ട്. 16, 18 പേരൊക്കെ ആക്കാൻ തീരുമാനമുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ചേച്ചിക്കും ചേച്ചിയുടെ സമിതികൾക്കും തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വി ടോക്സ് പട്ടാമ്പി മീഡിയയിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്.